എടി നമ്മുടെ ഈ സൂഫി കുമാറിന്റെ പുതിയ ആൽബം ഇല്ലേ, വലിയ ഹിറ്റാ. നീ അറിഞ്ഞോ? ശരി. എന്താ ശരിയിലൊരു ആക്കല്? ഒന്നുമില്ലേ. ഓക്കെ, അത് പോട്ടെ. നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആ വർമാജിയുടെ ഒരു വിവരമില്ലല്ലോ. ഇപ്പൊ ഏത് ഫോറസ്റ്റിലെ ഫോട്ടോഗ്രാഫി? സൈലന്റ് വാലി. സൈലന്റ് വാലി? എന്താ ഒരു മോഹം വെറുപ്പിക്കല്? ഇത് കേറണ്ടില്ല. പിന്നെ ഇതൊക്കെ പിടിച്ച് നടന്നു കയറാൻ പറ്റുമോ? ഇങ്ങോട്ട് വന്നേ, സൂഫി കുമാരൻ വരുന്നു. ഇയാളെ തല്ലിക്കൊന്നാലും ചാവില്ലെന്നാ തോന്നുന്നു. 100 ആയുസ കക്ഷിക്ക്. ഞാനിപ്പോ വരാം. നിന്നെ ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. നീ ഇവിടെ ഇരിക്കടി, ഞാനിപ്പോ വരാം, പെട്ടെന്ന് വരാം. എടി ഇത് ശരിയല്ല കേട്ടോ. ശരിയാണോ കേട്ടോ? ഇനി എന്തിനുള്ള പുറപ്പെടാനോ ആവോ. എന്തൊക്കെയായാലും നമ്മുടെ അടുപ്പിൽ വേവണ നാടൻ രുചി തന്നെ വേണം ഇവർക്കൊക്കെ കച്ചവടം നടത്താൻ. ഉമ്മത്തെ ഇത് എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? നമ്മൾ ഇവർക്ക് 1.5 രൂപയ്ക്ക് കൊടുക്കുന്ന ഉഴുന്നുവട ഈ പഹയന്മാര് വിൽക്കുന്നത് എത്രക്കാ കുഞ്ഞാലി? 25 രൂപയ്ക്ക്. നേര്. ആഹാ, ശ്രീപാർവതി എന്താ ഇവിടെ? അത് ഒറ്റയ്ക്ക? അല്ല, ഒരു ഫ്രണ്ട് ഉണ്ട്, ഫോൺ ചെയ്യാൻ പോയതാ. ആഹാ, ഈ ഫോണോമേനിയ ഉള്ള ഫ്രണ്ട്ഷിപ്പ് ഒന്നും അത്ര നല്ലതല്ല കേട്ടോ. ഫോണോമേനിയ നിന്റെ കെട്ടിയോക്ക? ബൈ ദ വേ, ഇത് എന്റെ ഉമ്മത്ത, വലിയ വെബിസ്റ്റാ. അറിയാം, ടിവിയില് കുക്കറി ഷോ കണ്ടുണ്ട്. അത്യാ മോളെ വീട് എവിടെയാ? അത് അമ്പലത്തിന്റെ. അതെ ഉമ്മത്ത, ഞാൻ പരിചയപ്പെടുത്താം. ഇത് ഡോക്ടർ ശ്രീപാർവതി, തളിയിലെ കിഴക്കേടം കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിയാ. ആ, ഞങ്ങള് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഷാജറിന്റെ LLB എന്തായി? അതിനിവന് പഠിക്കാൻ എടിയ നേരം. ഇവൻ വക്കീലാവുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല മോളെ. ഉള്ള സമയം പാട്ടും പാടി നടക്കുകയല്ലോ. നിങ്ങൾ പറഞ്ഞു കൊളവാക്കല്ലേ ഉമ്മത്ത. വാ പോവാ. ശ്രീപാർവതി, യു ക്യാരി ഓൺ. ഓക്കേ, ബൈ. പോട്ടെ, നിക്കടാ. വെരി. നീ ഇതെവിടെയായിരുന്നു? ഷാജറിനെ നേരിട്ടൊന്ന് പരിചയപ്പെടായിരുന്നു. ഒന്നുമില്ലെങ്കിലും നിന്നെ കോടിപതിയാക്കിയ എന്റെ ഫ്രണ്ട് അല്ലേ? അത് ശരി, നിന്റെ ഫ്രണ്ട് എന്റെ കൂടെ ഫ്രണ്ട് അല്ലേ? വാ, നമുക്ക് പോവാം. എന്റെ സൂഫി കുമാരാ. സാരല്ലേ? അന്റെ വല്യൂപ്പ കാരന്തൂര് മൊയ്തൂട്ടി ആരാന്നറിയോ എനക്ക്? ആരെ കിട്ടിയാലും മൂപ്പര് മർമ്മം നോക്കിയൊരു ഉഴിച്ചിലുണ്ട്. അതങ്ങനെ ഒരു കാലം. എന്റെ മോനെ, അനക്കാരെങ്കിലും പ്രേമിക്കാൻ തോന്നിയിട്ടുണ്ടാ? ഈ കുഞ്ഞാച്ചയുടെ ഒരു കാര്യം. സത്യം പറയട കള്ള. ഇത്രയും മൊഞ്ചുള്ള ഒരു ചുള്ളത്തി പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല കുഞ്ഞാച്ചേ. പിന്നെ എങ്ങനെയാ? പോണ ചെക്ക. ഈ ഇതും ഇതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. കണ്ട പെൺകുട്ടികളുടെ വാക്കാണല്ലോ എനക്ക് വലുത്. കണ്ണോ കരളോ കൊടലോ എന്ത് വേണമെങ്കിലും ദാനം കൊടുത്തോ. ഉമ്മക്ക് എന്താ ഛേദം? എന്റെ ഉമ്മത്ത, മരിച്ചു കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഈ അവയവദാനം. അത് കഴിഞ്ഞിട്ട് എന്തായാലും എന്താ? സത്യത്തിൽ ഞാൻ ഒരു പുണ്യകർമ്മല്ലേ ചെയ്തത്. അതിനു വേണ്ടി ഈ ഇപ്പൊ തന്നെ മരിച്ചടാ. അവള് പറഞ്ഞ ഈ അതും ചെയ്യും. എന്റെ ഉമ്മത്ത, സത്യം പറഞ്ഞ അവൾ എനിക്കിട്ട് ഒരു പണി തന്നതാ. തരാന്ന് പറഞ്ഞ കാശും പോയി കിട്ടി. ഈ മാസത്തെ ലോൺ അടയ്ക്കാനും ഫീസ് അടയ്ക്കാനും ഞാൻ എന്ത് ചെയ്യാ? എന്റെ പടച്ചോനെ, എന്താ ഇത്ര സംശയം? ഈ നമ്മൾ എന്നെ കഷ്ടപ്പെടണം. എന്റെ പൊന്നു മോനെ, അധികം അഭിനയിക്കല്ലേ. അല്ല ഉമ്മത്ത, ധനനഷ്ടം, മാനഹാനി. എടി നൂർജഹാനെ, പുല്ലേ, നീ എന്നെയും കൊണ്ടേ പോകൂ അല്ലടി? ഞമ്മക്കും വേണം ഒരു നിക്കാഹ്. ഹായ്, വല്ലതും പറ്റിയ? നമ്മളെ ശരീരം ആകെ ഒന്ന് ഇളകിക്കണ്. നമ്മളെ മനസ്സാണ് ഇളകിയത്. യുവർ മൊബൈൽ നമ്പർ പ്ലീസ്. 9846713980. അതെ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അമ്മയുടെ അടുത്ത് പോവും. പക്ഷെ ഞാൻ
ഭക്ഷണം കഴിക്കണേ ഹലോ കൺഗ്രാറ്റുലേഷൻസ് ഹാപ്പി മാരീഡ് ലൈഫ് ഇവിടെ വാടാ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഓടി വീണ് സ്വന്താക്കി. രമല നിനക്ക് ബീഫ് ബിരിയാണി വെക്കാനൊക്കെ അറിയോ? എന്തേ അങ്ങനെ ചോദിച്ചേ? ഈ ശുക്കൂറെ ഭയങ്കര തീറ്റപ്രാന്തനാട്ടോ. ഓ നമ്മൾ എന്ത് കിട്ടിയാലും ബിരിയാണി വെക്കും. വേണമെങ്കിലേ നമ്മുടെ ഷുക്കൂറക്കാനും ബിരിയാണി വെക്കും. വേണോ? അമ്മോ വേണ്ട വേണ്ട. Out of the tree of life I just picked me ദേ a അവരെ plum. നോക്കി രണ്ടുപേരും കൂടെ. ഇതെന്താ? എന്റെ പാറു അത് ഫോക്കസ് ചെയ്യുന്നതാണ്. ഞാൻ കാണിച്ചു ഇത് കിട്ടണില്ല അത്. ബാക്കി നിങ്ങൾ കഴിച്ചോളൂ. അനക്ക് മതിയോ? ആ നീ പോസേ ഞാൻ എടുക്കാം. ആ പഹര നോക്കി. ഹലോ ബൈ. മണിക്കൂർ 2 കേറി വാ. വരാ അവര് വരട്ടെ, നീ ഇത് നോക്ക്. നമുക്ക് ബോട്ടിൽ പോവാക്കാം. ബോട്ടിൽ പോവാ. ആദ്യം നമുക്ക് ഈ ബോട്ടിലൊക്കെ ഒന്ന് തീർക്കാം, എന്നിട്ട് ബോട്ടിൽ പോവാ. ഗുഡ് മോർണിംഗ് നോറ. മോർണിംഗ്. കുറച്ച് റെസ്റ്റ് എടുക്കാം. ഓ സോറി പാവം ഷാജറിന് ഞാൻ ശരിക്കും ഒരു ബേർഡനായി മാറിയിട്ടുണ്ടാവും അല്ലേ? നൂറായിട്ട് തന്നെ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. നിന്റെ അസുഖം സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വേറെ ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കാൻ തുടങ്ങി. പക്ഷേ അതെങ്ങനെ നൂറയോട് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ കുഞ്ഞ്